ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറിയുടെ ക്ലാസ് 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്, നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ ഷെയർ, നിങ്ങളുടെ കമൻറ്റ് ഇതൊക്കെയാണ് നമുക്ക് ക്ലാസ്സുകൾക്ക് പ്രചോദനം. അപ്പോൾ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് ജനറൽ നോളജ് വിഭാഗത്തിൽ നമ്മൾ കുറേ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. എല്ലാം SCERT NCERT ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ തന്നിരിക്കുന്നത്. ഡീപ്പ് ലെവലിൽ തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക, മാർക്കാക്കി മാറ്റുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് വെക്കാബുലറി കൊണ്ടുപോകുന്നുണ്ട്. ഇത് ക്ലാസ് 9ാമത്തെ അല്ലേ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. നന്നായിട്ട് പഠിക്കാൻ ഞായറാഴ്ച ദിവസം റിവിഷനായിട്ട് മാറ്റി വെക്കുക. അപ്പം നമുക്കിന്ന് കുറച്ച് മസ്കുലിനും അതുപോലെ ഫെമിനിൻ ജെൻഡർ നോക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു ഉറപ്പോട് കൂടിയിട്ടാണ് അടുത്ത ഓരോരോ ക്ലാസ്സുകൾ ചെയ്തു പോകുന്നത്. നല്ല രീതിയിൽ പെടുത്തണം. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ നോക്കിയാൽ മസ്കുലിനും ഫെമിനൈനും. എന്താണ് ഒന്നാമത് നോക്കിയാൽ എംപറർ അല്ലേ. എംപറർ മസ്കുലിൻ ആണ്. അതിന്റെ ഫെമിനൈൻ വേർഡ് എന്താണ്? എംപറസ് ആണ്. എംപറസ് എന്താണ്? എംപറസ്. മനസ്സിലായോ? ഇവിടെ സ്പെല്ലിംഗിൽ എന്താ വ്യത്യാസം? PRESS എംപറസ് ഫെമിനൈൻ ആണ്. എക്സിക്യൂട്ടർ മസ്കുലിൻ ആണ്. അതിന്റെ ഫെമിനൈൻ എക്സിക്യൂട്രിക്സ്. ഫിയാൻസി എന്താണ്? ഫിയാൻസ്. അതിന്റെ കൂടെ 2 E വേണം കേട്ടോ. അപ്പോഴാണ് അത് ഫെമിനൈൻ ആകുക. ഫിയാൻസി. ഫോക്സ്. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഫോക്സ് വിക്സൺ. എന്താണ്? ഫോക്സ് വിക്സൺ. ഫോക്സ് എന്താണ്? വിക്സൺ. ഗാൻഡർ ഗൂസ് പ്രീവിയസ് ആണ്. ഗാൻഡർ ഗൂസ്. ജെന്റിൽമാൻ ലേഡി. ഹെയർ പ്രീവിയസ് ആണ്. ഹെയർസ് ഹെയർസ്. ഹീറോയിൻ നമ്മൾ പറയാറുണ്ടല്ലേ. ഹീറോ നമ്മുടെ നടന്മാരുടെയൊക്കെ അങ്ങനെ പറയാം. ഹീറോയിനും അല്ലേ. ഹീറോയിൻ. ഹോഴ്സോ പ്രീവിയസ് ആണ്. മേയർ. ഹോഴ്സിന്റെ ഫെമിനൈന് മേയർ ആണ്. ഹോസ്റ്റസ്. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? 10 മസ്കുലിനും ഫെമിനൈനും പഠിച്ചു അല്ലേ. എംപറർ, എംപറസ്, എക്സിക്യൂട്രിക്സ്, ഫിയാൻസി, ഫോക്സ് വിക്സൺ, ഗാൻഡർ ഗൂസ്, ജെന്റിൽമാൻ ലേഡി, ഹെയർസ്, ഹീറോയിൻ, ഹോഴ്സ് മേയർ, ഹോസ്റ്റസ്. അപ്പൊ ഇത്രയും മസ്കുലിനും ഫെമിനൈനും ഒക്കെ ആയോ? നമുക്കിനി 10 ആന്റോണിയം കൂടി പഠിക്കാം. ഒന്ന് അഡ്വേഴ്സിറ്റി, പ്രോസ്പിരിറ്റി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഡ്വേഴ്സിറ്റി ക്ലാസ് തന്നെ പഠിച്ചു പോകണം. ക്ലാസ് തന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പോണേ. ആകെ ഒരു 6-7 മിനിറ്റ് ക്ലാസ്സല്ലേ ഉള്ളൂ. അത് നന്നായിട്ട് പഠിച്ചിട്ട് പോകുക കേട്ടോ. അഡ്വേഴ്സിറ്റി, പ്രോസ്പിരിറ്റി. അഫേം, ഡെനി. അഫുലൻസ്, പോവർട്ടി, പിന്നെ ഷോർട്ടേജ്. ഇതൊക്കെ എന്താണ്? അഫുലൻസിന്റെ ഓപ്പോസിറ്റ്. അഫുലൻസ്, പോവർട്ടി, ഷോർട്ടേജ്. ക്ലവർ, സ്റ്റുപ്പിഡ്. കമ്പാറ്റ്, സറണ്ടർ അല്ലെങ്കിൽ ഈൽഡ്. രണ്ടും വരും കേട്ടോ. കമ്പാറ്റ്, സറണ്ടർ, ഈൽഡ്. കമ്പൽസറി, വോളണ്ടറി, ഓപ്ഷണൽ. ഇതൊക്കെ ഓപ്പോസിറ്റ് ആണ്. കമ്പൽസറി, വോളണ്ടറി വരാം, അല്ലെങ്കിൽ ഓപ്ഷണൽ വരാം. കൺസീല്, റിവീല്. കൺസേറ്റ്, ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്. കൺസേസ്, എലാബറേറ്റ്. കോൺകോർഡ്, ഡിസ്കോർഡ്. അഡ്വേഴ്സിറ്റി എന്താ ഓപ്പോസിറ്റ് പഠിച്ച? പ്രോസ്പിരിറ്റി. ഒപ്പം പറഞ്ഞു വന്നേ. അഡ്വേഴ്സിറ്റി ഓപ്പോസിറ്റ് പ്രോസ്പിരിറ്റി പറഞ്ഞു നോക്കിക്കേ. അഡ്വേഴ്സിറ്റി, പ്രോസ്പിരിറ്റി. അഫേം എന്താണ്? അഫേം ഡെനി. അഫുലൻസ് പോവർട്ടിട്ടോ ദാരിദ്ര്യം അല്ലേ. അപ്പൊ ദാരിദ്ര്യമില്ലായ്മയായിരിക്കാം അല്ലെ. അഫുലൻസ്, പോവർട്ടി അല്ലെങ്കിൽ ഷോർട്ടേജ് ഒക്കെയാണ് അഫുലൻസ്. ക്ലവറോ, സ്റ്റുപ്പിഡ്. കോമ്പാറ്റ്, സറണ്ടർ, ഈൽഡ്. കോമ്പാറ്റ്, സറണ്ടർ അല്ലെങ്കിൽ ഈൽഡ്. കമ്പൽസറി, വോളണ്ടറി അല്ലെങ്കിൽ ഓപ്ഷണൽ. കമ്പൽസറി പറയുമ്പോൾ നിർബന്ധപൂർവ്വം അല്ലെ. അല്ലെങ്കിൽ വോളണ്ടറി പറയുമ്പോഴോ താൽക്കാലികമായിട്ട് അല്ലെ. വോളണ്ടറി അല്ലെങ്കിൽ ഓപ്ഷണൽ. കൺസീൽ, റിവീൽ. കോൺസേറ്റ്, ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്. കോൺസിയസ്, എലാബറേറ്റ്. എന്താണ്? എലാബറേറ്റ്. കോൺകോർഡ്, ഡിസ്കോർഡ്. ഓക്കെ. 10 നമ്മൾ മസ്കുലിനും ഫെമിനിനും 10 പഠിച്ചു. ആന്റോണിയം അതുപോലെ 10 പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ ഇനിയിപ്പോ അടുത്തത് ജൂൺ മാസമായി അല്ലേ. ഇനിയിപ്പോ നമുക്ക് കറക്റ്റ് 90 ദിവസമാണ് നമ്മുടെ LD മെയിൻ എക്സാമിനുള്ളത്. അതിന് മുന്നേ നമുക്ക് ഗാന്ധി ബോർഡൊക്കെ ഉണ്ടല്ലേ. ഗാന്ധി ബോർഡിന് വെറും 60 ദിവസം മാത്രമേ ഉള്ളൂ.
എന്താണ് പഠനമൊക്കെ എന്തായി എന്നുള്ളത് സ്വയം തന്നെ ചിന്തിക്കാട്ടോ. സ്വയം എന്തുവരെ പഠിച്ചു, ഞാൻ എന്താണ് എൻ്റെ ക്വാളിറ്റി, എന്തായി, എത്ര വരെ പഠിച്ചു, എത്ര വരെ റിവിഷൻ ചെയ്തു, എന്താണ് എൻ്റെ ഫാൾട്ട്, ഇതൊക്കെ മനസ്സിലാക്കുക. തിരുത്തേണ്ട സമയമാണ് ഇപ്പോഴാണ് തിരുത്തേണ്ടത്. പരീക്ഷയുടെ ഒരാഴ്ച മുമ്പ് നിന്ന് തിരുത്താൻ നടന്നാൽ നടക്കില്ല. അപ്പൊ അതുകൊണ്ട് തിരുത്തുക, പഠിക്കുക, ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ കേരള ഭരണ സംവിധാനവും സുപ്രധാന നിയമങ്ങളും സാമ്പത്തിക ശാസ്ത്രവും ജോഗ്രഫിയും ഇന്ത്യൻ ഹിസ്റ്ററിയും എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അവിടെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2021 മുതൽ 23 വരെയുള്ള 40 ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഇട്ടുതരാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്